വളരെ എളുപ്പത്തിൽ മാമ്പഴ പച്ചടി തയ്യാറാക്കാം. നമുക്ക് ചില ദിവസങ്ങളിൽ എന്താ കൂട്ടാൻ വെക്കണേന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കും. ഇത് മാമ്പഴ പച്ചടി, മാമ്പഴവും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനകം തന്നെ നമുക്കൊരു നല്ല സ്വാദിഷ്ടമായ പച്ചടി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ മാമ്പഴം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ആ ചൊനയുള്ള വശം എല്ലാം ചെത്തിക്കളയാം. ചൊനയൊക്കെ ചെത്തിക്കളയാം. ഓരോ മാമ്പഴം എടുത്ത് അതിൻ്റെ ചൊനയൊക്കെ ചെത്തിയെടുക്കാം. നമുക്കിത് അടപ്പത്തും വെക്കേണ്ട, വറുത്തിടണ്ട, ഒന്നും ചെയ്യണ്ട. വളരെ ഈസി ആയിട്ട് ടേസ്റ്റിയുമായിട്ട് പച്ചടി ഇവിടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അതിനായിട്ട് നമ്മൾ ഈ മാമ്പഴം ഓരോന്നെടുത്ത് അതിൻ്റെ ചൊന ഉള്ള വശം ചെത്തിക്കളഞ്ഞ ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ. നല്ല സ്വാദാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സമയമൊക്കെ ഇല്ലാത്ത എന്തെങ്കിലും തിരക്കിലൊക്കെ പെട്ട് കൂട്ടാനൊക്കെ വയ്ക്കാൻ വൈകിയ ദിവസങ്ങളിലൊക്കെ മാമ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു പച്ചടി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നല്ല സ്വാദാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. ഇത് മോന് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രക്കാരൻ മാമ്പഴം തന്നെ കിട്ടണം കേട്ടോ. എന്നാലും അതിൻ്റെ ആ അത്ര സ്വാദും അത്ര ടേസ്റ്റും കിട്ടുള്ളൂ. നല്ല പഴുത്ത മാമ്പഴമായിരിക്കണം. നല്ല മധുരമുള്ള ചന്ദ്രക്കാരൻ മാമ്പഴമായിരിക്കണേ. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ നല്ല മാമ്പഴമൊക്കെ കിട്ടും. അപ്പോൾ ഓരോ മാമ്പഴവും ഇതുപോലെ നമ്മൾ അതിൻ്റെ ഓരോ തൊലി ചെത്തിയെടുക്കുക. ഓരോന്നും തൊലി ചെത്തിയെടുക്കുക. നമ്മൾ അടപ്പത്ത് വെച്ച് വേവിക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇതിനകത്തേക്ക് എന്ത് വെള്ളം ചേർക്കുകയാണെങ്കിലും തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രമേ ചേർക്കാവൂ. പച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ മാമ്പഴം എല്ലാം തൊലിയൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ ആ മാമ്പഴത്തിൻ്റെ തൊലിയിൽ കുറച്ച് മാമ്പഴത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ഫ്ലഷ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതൊന്നും കൂടി ഞെരടി പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതിപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കാവും. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഞെരടി പിഴിഞ്ഞ് എടുക്കാം. നമുക്ക് നല്ല മധുരം ഉണ്ടാവുമല്ലോ, അതിനകത്ത് കുറച്ച് കൊഴുപ്പും ഉണ്ടാവും. ഞാനിവിടെ അതെല്ലാം ഒന്നും കൂടെ ഇതുപോലെ തന്നെ കൈവച്ച് ഞെരടി എടുക്കുകയാണ്. ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത്രയും മാമ്പഴത്തിൽ കുറച്ച് വെള്ളമുണ്ട്. അതങ്ങനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മുറി തേങ്ങ നന്നായി ചുരണ്ടിയെടുക്കാം. അത് നമ്മുടെ ഒരു മുറി തേങ്ങ ചുരണ്ടിയതാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുക്കണം. നമ്മൾ കാളനൊക്കെ അരക്കണ പോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. വളരെ കുറച്ചളവിൽ. മഞ്ഞക്കാരൻ ചുവയ്ക്കും. നമ്മൾ അടപ്പത്തൊന്നും വെക്കുന്നില്ലല്ലോ, അതുകൊണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ അരയാൻ വേണ്ടി ആവശ്യമുള്ള വെള്ളം ചേർക്കാം. അതും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ചേർക്കാവൂ. അപ്പോൾ നാളികേരം അരയ്ക്കാനായിട്ട് വെള്ളം വേണമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു പണി. ഇനി പച്ചമുളക് ഉള്ളവർക്ക് പച്ചമുളക് ഇടാം. ഇവിടെ കാന്താരി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ 5-6 കാന്താരി മുളക് ഇട്ടേക്കണം കേട്ടോ. അതിനകത്തേക്ക് പച്ചമുളക് ഇട്ടു. ഇനി വളരെ കുറച്ച് കടുകും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്നും കൂടെ അരയ്ക്കാം. അങ്ങനെ അരയ്ക്കുമ്പോൾ ശരിക്കും കടുക് അരഞ്ഞു പോവില്ല. നമ്മൾ ആദ്യമേ നാളികേരത്തിൻ്റെ ഒപ്പം കടുകിട്ടാൽ അതെല്ലാം കൂടി വളരെ ഇതായിട്ട് അരഞ്ഞു പോകും. ഇതുപോലെ തന്നെ അരയ്ക്കാവൂ. അപ്പോൾ ഈ അരപ്പ് നമ്മുടെ ഈ മാമ്പഴത്തിലേക്ക് ചേർക്കാം. കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അത്ര സിമ്പിളാണ്. എന്നാൽ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അത്. കൂട്ടാനിലേക്ക് ചേർത്തു. മാമ്പഴ പച്ചടി തയ്യാറായിട്ട് വന്നു. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കണേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കുറച്ച് ആവശ്യത്തിന് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ വളരെ കുറച്ച് ഉപ്പേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമുക്ക് അതിനൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർക്കണം. അതും ഈ വലിയ കയ്യിലിന് ഒരു കയ്യിൽ തൈര് ചേർക്കാം.
അത്രയും തൈര് ചേർത്തു. പിന്നെ ഈ ഉപ്പും പുളിയും നമ്മുടെ ഈ എരിവും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ചേർക്കാം. അപ്പം മധുരവും കൂടി മധുരം മാമ്പഴത്തിനുണ്ടെങ്കിലും കുറച്ച് പഞ്ചസാര കൊണ്ട് ചേർക്കാം കേട്ടോ. ഒരു സ്വല്പം പഞ്ചസാര ചേർക്കാം. തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്, അതിൻ്റെ ഡിസ്റ്റർബ് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കാൻ പോവാണേ. ഒരു സ്വല്പം, കുറച്ച്, ഞാനൊരു ചെറിയ സ്പൂണ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര കൂടി ആകുമ്പോഴേക്കും ബാലൻസായി എരിവ്, പുളി, മധുരം. വളരെ അസാധ്യമായ രുചി തന്നെ ഇതിന്. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടാൻ്റെ പണി, മാമ്പഴപ്പച്ചടിയുടെ പണി ഇത്രേ ഉള്ളൂ. ഇനി ഫൈനലായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ കരിവേപ്പില ഉണ്ട്, അതിൻ്റെ മീതെ കരിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഞൊടിയിടയിൽ തന്നെ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ കൂട്ടാൻ റെഡിയായി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡായിട്ട് മെഴുക്കുവരട്ടിയോ ഒരു മുട്ട പൊരിച്ച് കഴിക്കുമോ, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ സൈഡ് ആയിട്ട് കഴിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണേ. ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെല്ലാവരും അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.